നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കല്ലൂർ വരന്തരപ്പള്ളി റൂട്ടുകളിൽ പണിമുടക്കിയ സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയനുകൾ ആമ്പല്ലൂരിൽ പ്രകടനവും ധർണയും നടത്തി. വേലുപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളിയായ വേലുപ്പാടം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സൺ മരിച്ചു. പുതുക്കാട് പമ്പിൽ പെട്രോൾ നിറയ്ക്കുന്നതിനിടെ അപകടം. നോസിൽ തലയിലിടിച്ച് ജീവനക്കാരന് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. പാലേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് പ്രതികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. ആലുവ സ്വദേശികളായ ചീനിവിള വീട്ടിൽ ആഷ്ലിൻ, പള്ളത്ത് വീട്ടിൽ താരിസ്, പീച്ചി ചേരുംകുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ കിങ്ങിണി ഷിജോ എന്ന ഷിജോ, പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി പാലാട്ടുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ. ലോറിയിൽ ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തെന്നും ബാക്കി ഉണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ആലുവയിൽ ഒരാളെ വെട്ടിക്കൊന്ന കേസിൽ ഉൾപ്പെടെ 16 കേസുകളിൽ പ്രതിയാണ് താരിസ്. 6 ലഹരി കേസുകളിൽ പ്രതിയാണ് ഷിജോ. ആളൂരിൽ ATM കുത്തിപ്പൊളിച്ച കേസ്, കവർച്ച തുടങ്ങി 12 കേസുകളിൽ പ്രതിയാണ് ജാബിർ. പാലക്കാട് 160 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ആഷ്ലിൻ. റൂറൽ SP B കൃഷ്ണകുമാർ, റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP PC ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ, റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സൂരജ് V ദേവ്, AU റജി, MJ ബിനു, സോണി സേവിയർ, AB നിഷാന്ത്, KJ ഷിൻഡോ, പുതുക്കാട് അഡീഷണൽ SI മാരായ AV ലാലു, മുരളീധരൻ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കല്ലൂർ വരന്തരപ്പള്ളി റൂട്ടുകളിൽ പണിമുടക്കിയ സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയനുകൾ ആമ്പല്ലൂരിൽ പ്രകടനവും ധർണയും നടത്തി. അടിപ്പാത തുറന്നു നൽകി ബസ്സുകൾക്ക് കടന്നുപോകാൻ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് മേഖലയിലെ BMS CITU ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി നടത്തുന്ന ഏകപക്ഷീയമായ പരിഷ്കാരങ്ങൾ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുകയാണെന്ന് യൂണിയനുകൾ ആരോപിച്ചു. കളക്ടർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകാൻ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് 2 ദിവസമായി തൊഴിലാളികൾ ബസ് പണിമുടക്ക് നടത്തുകയാണ്. ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതിഷേധം BMS ജില്ലാ സെക്രട്ടറി ഹാരിഷ് ഉദ്ഘാടനം ചെയ്തു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ മേഖലാ കമ്മിറ്റി ട്രഷറർ അബ്ദു അധ്യക്ഷത വഹിച്ചു. CITU മേഖലാ സെക്രട്ടറി വിജിൽ, പ്രകാശൻ വെളിയത്ത്, CR സജീവ് എന്നിവർ സംസാരിച്ചു. 5 മിനിറ്റ് റെസ്റ്റ് തൃശ്ശൂരുള്ള വണ്ടി 15 മിനിറ്റ് കറങ്ങിയിട്ട് അവിടേക്ക് എത്താന്ന് പറയുന്നത് 100 ജീവനക്കാരും അതോടൊപ്പം തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന 100 യാത്രക്കാരെയും വെച്ച് അപകടകരമായ വിധത്തിൽ വണ്ടി ഓടിക്കാൻ ഇവിടുത്തെ തൊഴിലാളികൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ തൊഴിലാളികൾ സ്വമേധയാ സർവീസ് നിർത്തിവെച്ചത്. കാരണം അവിടെ ചെന്നിട്ട് ബസ് തിരിക്കാനും പറ്റുന്നില്ല. ഇത്രയ്ക്കും ഗതാഗത കുരുക്കി കൂടെ ബസ് ഓടിച്ച് ഒരു ചെറിയ അപകടം പറ്റിയാൽ പോലും ഡ്രൈവറെ ലൈസൻസ് 6 മാസം 3 മാസം സസ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഈ തൊഴിൽ മാത്രം അറിയുന്ന തൊഴിലാളികൾ വെറുതെ വീട്ടിലിരിക്കണം. എന്തിനു ഇവർ ഇത്ര റിസ്ക് എടുത്ത് പണിയെടുക്കാൻ നിൽക്കുന്നു? വേറെ എന്തോരം തൊഴിൽ മേഖലയിൽ അവിടേക്ക് പോകാല. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ തൊഴിലാളി യൂണിയനോ ബസ് ഉടമ സംഘടനകളോ സംസാരിക്കാതെ ഏകപക്ഷീയമായിട്ട് ചില ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് നമുക്ക് എതിർപ്പ്. അല്ലാതെ ഈ റോഡ് വികസിക്കുന്നതിനോടോ അടിപ്പാത പണിയോ നമുക്ക് എതിർപ്പില്ല.
നമുക്ക് ഇതിന് ശേഷം നല്ല നിലയ്ക്ക് സർവീസ് നടത്താൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനും അവരുടെ സർവീസ് നടത്തുന്ന ബസ് ഉടമസ്ഥ സംഘടന ഇഷ്ടം പോലെ ഉണ്ട്. അവരായിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ട് ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ പാടുള്ളൂ. ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ സമരം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ രാവിലെ ഇപ്പൊ കുറച്ചു നേരത്തെ നമ്മൾ ഇവിടെ പുതുക്കാട് ചെയ്യാനും കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതുക്കാട് ചെയ്യാനും കണ്ടപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഓണേഴ്സും യൂണിയൻ നേതാക്കളും ചേർന്നിട്ട് നമ്മളിപ്പോ ഉച്ചയ്ക്ക് കളക്ടറെ പോയി കണ്ട് അതിനെന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കി തരണം എന്നുള്ളത് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ പോയി കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോൾ കളക്ടറിൽ നിന്ന് നമുക്ക് തൃപ്തികരമായ എന്തെങ്കിലും ഒരു ഉറപ്പ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തതായിട്ട് ഇനി സർവീസ് പുനരാരംഭിക്കാൻ പറ്റുള്ളൂ അവിടെ. അപ്പൊ അങ്ങനെ പോയി കണ്ട് കളക്ടറുടെ ഇനി എന്താണ് പറയുന്നത്, എന്തൊരു തീരുമാനം നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ശരിയാക്കി തരാമെന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അടുത്ത സർവീസ് തുടങ്ങാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീണ്ടും സർവീസ് പുനരാരംഭിച്ച് വീണ്ടും ഇതേ പഴയ സ്ഥിതി തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമരം പിടിക്കല് അങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കിട്ടണം. അപ്പൊ ഇന്ന് കളക്ടറെ പോയി കണ്ടിട്ട് കളക്ടർ നമുക്ക് അതിന് ഒരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ പോയി കണ്ടിട്ട് ആ തീരുമാനം അനുസരിച്ച് എന്താ പറയണേന്ന് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ആലോചിച്ചിട്ട് സമരം ഇനി എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ നിർത്തിവെച്ച് സർവീസ് പുനരാരംഭിക്കണോ എന്നുള്ളത് പിന്നീടാണ് അതിനെപ്പറ്റി തീരുമാനിക്കുള്ളൂ. തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന ഈ സമരം തികച്ചും ന്യായമാണ് എന്നുള്ള ഒരു ബോധ്യം ബസ് ഓണേഴ്സിന് തികച്ചും അറിയാം. ആ ന്യായമായ സമരത്തിന് നമ്മൾ പരമാവധി അവരുമായി സഹകരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതല്ല, അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ ന്യായമായ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു സഹായത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങൾ അവരുമായി പല ചർച്ചകളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. തികച്ചും പിന്നെ കളക്ട്രേറ്റിൽ പോയി അടുത്ത് തന്നെ നമ്മളൊരു നിവേദനം കൊടുത്ത് നമ്മൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാനുള്ള ശ്രമം ബസ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നും നടത്തുന്നതാണ്. വേലുപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളി മരിച്ചു. വേലുപ്പാടം കിണർ സ്റ്റോപ്പിന് സമീപം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. വേലുപ്പാടം പള്ളിക്ക് സമീപം തെങ്ങുകൾ മുറിച്ചു മാറ്റുകയായിരുന്നു ജെയ്സൺ. ജോലിക്കിടെ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് തളർന്ന് തെങ്ങിൽ കുടുങ്ങിയ ജെയ്സനെ താഴെ ഇറക്കുന്നതിനായി അഗ്നിരക്ഷാസേനയെ വിളിച്ചെങ്കിലും ഇതിനിടയിൽ താഴെ വീഴുകയായിരുന്നു. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ. ഭാര്യ ബൈജി, അജിത്, അമൽ, അഖിൻ എന്നിവർ മക്കളാണ്. പുതുക്കാട് പെട്രോൾ പമ്പിൽ പെട്രോൾ നിറയ്ക്കുന്നതിനിടെ അപകടം. നോസിൽ തലയിലിടിച്ച് ജീവനക്കാരന് ഗുരുതര പരിക്ക്. പുതുക്കാട് പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിന്റെ ടാങ്കിൽ വെച്ചിരുന്ന നോസിൽ തലയിൽ വന്നിടിച്ച് ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി മുള്ളക്കര വീട്ടിൽ 75 വയസ്സുള്ള ദേവസിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദേവസി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ പുതുക്കാട് പുളിക്കൻ ഫ്യൂവലിലാണ് സംഭവം. കാറിൽ പെട്രോൾ നിറയ്ക്കുന്നതിനിടെ ദേവസി കാർ ഡ്രൈവറിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു. ഈ സമയത്ത് ടാങ്കിൽ ഘടിപ്പിച്ചിരുന്ന നോസിൽ എടുത്തിരുന്നില്ല. ഇത് ശ്രദ്ധിക്കാതെ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. കാർ പോകുന്നത് കണ്ട് നോസിൽ എടുക്കാൻ ഓടി വന്ന ദേവസി പൈപ്പിൽ കുടുങ്ങുകയും കാറിൽ നിന്ന് വിട്ടുപോയ നോസിൽ ദേവസിയുടെ തലയ്ക്ക് വന്നടിക്കുകയുമായിരുന്നു. തലയടിച്ച് നിലത്ത് വീണ ഇയാളെ പമ്പിലെ ജീവനക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകട ദൃശ്യങ്ങൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത പാലിയേക്കര ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇടക്കാല ഹർജി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് അഡ്വക്കേറ്റ് KB ഗംഗേഷ് മുഖാന്തരമാണ് ഹർജി നൽകിയത്. പുണ്യനഗരങ്ങളായ അയോധ്യ, മധുര, ഹരിദ്വാർ, കാശി, കാഞ്ചീപുരം, ഉജ്ജയിനി, ദ്വാരകപുരി എന്നിവിടങ്ങളിൽ നടത്തിയ തീർത്ഥയാത്രകളെക്കുറിച്ച് ദിൽരാജ് പാലാഴി എഴുതിയ മോക്ഷയാനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം KA അനിൽകുമാർ അധ്യക്ഷനായി. ഹരി തിരുമേനി പുസ്തക പരിചയം നടത്തി.
കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പുസ്തകം ഏറ്റുവാങ്ങി. ചെറുവാൾ സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ അനന്തകൃഷ്ണൻ, കെ ശ്രീകുമാർ, എസ് കെ നളിൻ, കെ എസ് ബാഹുലയൻ, പ്രഹ്ലാദൻ, വിജയൻ പുതുക്കാട്ടിൽ, വിഷ്ണുദാസ് ചൂണ്ടൽ, ദിൽരാജ് പാലാഴി എന്നിവർ പങ്കെടുത്തു. നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ചിന്തിച്ചു, അത് മനസ്സിലാക്കി. ഗോകുലത്തിലെ കൃഷ്ണന്റെ വാമഭാഗത്ത് നിന്നും ഉണ്ടായ കന്യകയാണ് രാധ. രാസമണ്ഡപത്തിൽ ജനിച്ചതുകൊണ്ടും ശ്രീകൃഷ്ണനെ ധാവനം ചെയ്തതിനാലും രാസമണ്ഡപം, ധാവനം, രാധ. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് രാധ എന്ന പേര് വന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം. രാധ കൃഷ്ണൻ, രാധാകൃഷ്ണൻ, എന്താണ് രാധ നമുക്കറിയില്ല. അതേപോലെ തന്നെ ഗോവർദ്ധന പർവ്വതം. എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹം എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ വന്ന് പങ്കെടുക്കാറുണ്ട്. എന്തോ ഒരു അറിയാതെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഒന്ന് ചേർന്ന് പോയിട്ടുള്ളതാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്നിനൊന്ന് വേറിട്ട് കാണുന്ന ഒരു രീതിയാണ്. അദ്ദേഹം ഒരു ജ്യോതിഷിയായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു കച്ചവടക്കാരനായിട്ട്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷ, ഗർഭാശയ ക്യാൻസറിൽ നിന്ന് രക്ഷാ പരിശോധനകളിലൂടെ എന്ന ആരോഗ്യ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുധാകുമാരി, മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എം വി റോഷ് എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള സേവനം പഞ്ചായത്തിലെ എല്ലാ സബ് സെന്ററുകളിലും ലഭ്യമാണ്. സ്ത്രീകൾക്ക് ഭാവിയിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാനുള്ള പരിശോധനയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കാട്ടാന ഭീതി അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് വനാതിർത്തി ഗ്രാമത്തിലെ വിദ്യാർത്ഥി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടി. മറ്റത്തൂർ പഞ്ചായത്തിലുള്ള ചൊക്കന എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയായ കരുവാന്തൊടി ശശിയുടെ മകൻ കെ എസ് മിഥുൻജിത്താണ് കൊമേഴ്സ് ഗ്രൂപ്പിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ചൊക്കന ഗ്രാമത്തിന്റെ അഭിമാനമായത്. കാട്ടാന ശല്യത്തെയും അടിക്കടിയുള്ള വൈദ്യുതി തടസ്സത്തെയും അതിജീവിച്ചാണ് മിഥുൻജിത്ത് പരീക്ഷാകാലത്ത് പഠിച്ച് തിളങ്ങുന്ന വിജയം കരസ്ഥമാക്കിയത്. കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം പകർപ്പ് സഹിതം മെയ് 30 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9249244738. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തേക്ക് ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മലയാളം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്തവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. മെയ് 26 രാവിലെ 10 ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ് വിഷയങ്ങളിലെ ഇന്റർവ്യൂവും 27 രാവിലെ 10 ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവും 28 രാവിലെ 10 മലയാളത്തിന്റെ ഇന്റർവ്യൂവും നടത്തും. ഫോൺ നമ്പർ 9188900185. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8940 രൂപ, പവന് 71,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കല്ലൂർ വരന്തരപ്പള്ളി റൂട്ടുകളിൽ പണിമുടക്കിയ സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയനുകൾ ആമ്പല്ലൂരിൽ പ്രകടനവും ധർണയും നടത്തി. വേലൂപ്പാടത്ത് തെങ്ങിൽ നിന്നും വീണ് തൊഴിലാളിയായ വേലൂപ്പാടം കുന്നേൽ ആഗസ്തിയുടെ മകൻ 51 വയസ്സുള്ള ജെയ്സൺ മരിച്ചു. പുതുക്കാട് പമ്പിൽ പെട്രോൾ നിറയ്ക്കുന്നതിനിടെ അപകടം. നോസിൽ തലയിലിടിച്ച് ജീവനക്കാരന് ഗുരുതര പരിക്ക്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.